ഡോക്ടർ കെ ബാലൻ, ഞാൻ മറ്റ് പാനലിസ്റ്റുകളിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ഡോക്ടർ കെ ബാലൻ, ഇന്നിപ്പോൾ വിദഗ്ധർ പരിശോധിച്ചതിനു ശേഷം അതുപോലെ കുരിയാട് ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. പറയുന്നത് ഈ അടിത്തറയിലെ മണ്ണ് മാറിപ്പോയതാണ്, അത് സ്ലിപ്പായി പോയതാണ് എന്നാണ്. പോർ വാട്ടർ പ്രഷർ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ മഴയിൽ വെള്ളം ഇറങ്ങിയപ്പോൾ വയൽ പോലെയുള്ള വളരെ ഉറപ്പില്ലാത്ത അയഞ്ഞ ഭാഗത്ത് ഇതുപോലെയുള്ള നിർമ്മിതി ഉണ്ടായപ്പോൾ താഴെ നിന്നുള്ള ദുർബലമായ മണ്ണ് തെന്നിപ്പോയി എന്നുള്ള വിശദീകരണമാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്, അത് വയലാണ് എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണല്ലോ ആ നിർമ്മാണ പ്രവർത്തനം. അപ്പോൾ അവിടെ ആ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണോ നടത്തേണ്ടിയിരുന്നുള്ള ചോദ്യമുണ്ട്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം എന്നതിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? എന്ത് തോന്നുന്നു താങ്കൾക്ക്? നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റോഡിൻ്റെ ആവശ്യത്തിന് ആദ്യം ചെയ്യുന്നത് മണ്ണ് പരിശോധനയാണ്. ഈ മണ്ണ് പരിശോധിക്കുമ്പോൾ നമ്മൾ ഹൈവേയുടെ കേസ് ആകുമ്പോൾ 200 മീറ്റർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 500 മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് മണ്ണ് പരിശോധനയുടെ സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ നിന്ന് നമ്മളൊരു പ്രൊഫൈലാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ജനറലായിട്ടുള്ള പ്രൊഫൈലിൽ ഈ വീക്ക്നെസ് കണ്ടുവെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ മലപ്പുറം സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ കൂടുതലും വെട്ടുകല്ലാണ്, അതായത് ലാറ്ററൈറ്റ് ആണ്. അതിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ സോഫ്റ്റ് ലാറ്ററൈറ്റ് കടന്നു വരും. അതുപോലെ തന്നെ ഈ ഏരിയ തൃശ്ശൂരും മലപ്പുറവും എന്ന് പറയുന്ന കോൾപ്പാടശേഖരത്തിൻ്റെ ഒരു ബെൽറ്റാണ്. ഈ കോൾപ്പാടത്ത് വരുന്ന മണ്ണെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്, അത് വളരെ ക്രിട്ടിക്കലാണ്, അത് നോക്കിക്കണ്ട് വേണം കൈകാര്യം ചെയ്യേണ്ടത്. നേരെ മറിച്ച് ലാറ്ററൈറ്റ് പോലുള്ള നല്ല മണ്ണ് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ 10-12 മീറ്റർ ഹൈറ്റുള്ള എംബാങ്ക്മെൻറ്റ് വളരെ ഫ്രീ ആയിട്ട് വെച്ച് പോകാൻ പറ്റുന്നുണ്ട്. അല്ല, അപ്പോൾ ഈ പാടത്ത് ഒരു എംബാങ്ക്മെൻറ്റ് എന്നുള്ളത് ഒരു മോശം ഐഡിയ ആയിരുന്നു, വയഡക്റ്റ് ആയിരുന്നു വേണ്ടതെന്നാണോ? അല്ലല്ല, അങ്ങനെ വയഡക്റ്റും എംബാങ്ക്മെൻറ്റും കോസ്റ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ പലപ്പോഴും കോസ്റ്റ് കമ്പാരിസണിൽ കോസ്റ്റ് കുറഞ്ഞ് നിൽക്കുന്നത് എപ്പോഴും എംബാങ്ക്മെൻ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് ഈ റീഇൻഫോഴ്സ്ഡ് എർത്ത് കൺസെപ്റ്റ്. പക്ഷേ ഇവിടെ പറ്റിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാടശേഖരത്ത് അടിയിൽ ക്ലേ ഉണ്ടാകണം, അതായത് സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ചെളിയുണ്ട്. അതിലേക്ക് ലോഡ് വന്ന് കയറുന്ന സമയത്ത് ചെറിയ സെറ്റിൽമെൻറ്റ് തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് ഹൈറ്റ് കൂടി വരും തോറും ഈ സെറ്റിൽമെൻറ്റ് റേറ്റും കൂടി വരും. ആ മഴയും കൂടെ വന്നപ്പോഴത്തേക്കും ഇത് ആക്സലറേറ്റ് ചെയ്തിട്ട് ഏതാണ്ട് മധ്യഭാഗത്ത് വെച്ചിട്ട് ഇത് താഴേക്ക് ഇരുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഒരു വശത്തേക്ക് തള്ളി. ആ തള്ളിയപ്പോൾ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ മറുഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അവിടെ മണ്ണ് ഉയർന്നു വന്നിട്ടുണ്ട്. അത് സംഭവിക്കുന്നത് എപ്പോഴും അടിയിൽ സോഫ്റ്റ് സോയിൽ ഉണ്ടെങ്കിലാണ്. അതിന് ഞങ്ങൾ പറയുക ഗ്ലോബൽ സ്റ്റെബിലിറ്റി അനാലിസിസ്, അതായത് സോയിലിൻ്റെ ഘടനയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എംബാങ്ക്മെൻറ്റ് ലോഡ് നമ്മൾ കണക്കുകൂട്ടിക്കൊണ്ട് അതിൻ്റെ ഗ്ലോബൽ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ സാധ്യത, അതായത് അടിയിലുള്ള ക്ലേയുടെ സാധ്യത അവർ കണക്കിലെടുത്തുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ നിഗമനം. ശരി, അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ടത് കണക്കിലെടുത്തില്ല എന്നൊരു പ്രശ്നം.